ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. കുറേ നാളായി നമ്മൾ മാനിഫെസ്റ്റേഷനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു പവർഫുൾ ആയിട്ടുള്ള മെത്തേഡാണ് ദി പ്ലേസ്ബോ ഇഫക്റ്റ്. എന്ത് കാര്യവും നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ അപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാര്യവും സാധിക്കാൻ പറ്റും. അതാണ് പ്ലേസ്ബോ ഇഫക്റ്റ്. അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി കൂടി അറിയണം. ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ എവിഡൻസ് കൂടി തന്നിട്ട് പറയുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ മുൻകാല ചരിത്രം കൂടി ഒന്ന് പറയാം. പ്ലേസ്ബോ എന്ന വാക്ക് ഒരു ലാറ്റിൻ വേർഡാണ്. മെഡിക്കൽ സയൻസിൽ ഒരു റിസർച്ച് നടന്നിട്ടുണ്ടായിരുന്നു 20-ാം നൂറ്റാണ്ടിൽ. ഒരു റിസർച്ചറായിരുന്ന ഹെൻറി കെ ബീച്ചർ അദ്ദേഹത്തിൻ്റെ ഒരു നോട്ടിൽ എഴുതിയിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാം. 2-ാം മഹായുദ്ധകാലത്ത് പടയാളികൾ ഒരുപാട് മുറിവേറ്റിരുന്നു. അപ്പോൾ ആ സോൾജിയേഴ്സിന് മരുന്ന് കൊടുക്കുന്നതിന് പകരം, വേദന സംഹാരികൾ കൊടുക്കുന്നതിന് പകരം സലൈൻ ഇഞ്ചക്ഷൻ, അതായത് ഉപ്പുവെള്ളം, സോൾട്ട് വാട്ടറിൻ്റെ ഇഞ്ചക്ഷൻ കൊടുക്കുകയും അത് മോർഫിനാണെന്ന് അവരോട് പറയുകയും ചെയ്തു. സർപ്രൈസിംഗ്ലി അവരുടെ എല്ലാവരുടെയും വേദന കുറഞ്ഞു എന്നുള്ളതാണ്. അതായത് അവർക്ക് മെഡിസിൻ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല, സോൾട്ട് വാട്ടർ മാത്രമാണ് ഇഞ്ചക്റ്റ് ചെയ്തത്. പക്ഷേ അവരുടെ വിശ്വാസം, അതായത് അവർക്ക് മോർഫിൻ എന്ന വേദന സംഹാരിയാണ് കൊടുത്തത് എന്നുള്ള ആ ഒരു വിശ്വാസം, അവരുടെ മനസ്സത് വിശ്വസിച്ചപ്പോൾ അവരുടെ ശരീരം അതിനനുസരിച്ച് റിയാക്ട് ചെയ്തു എന്നുള്ളതാണ്. ഇതിനെയാണ് പ്ലേസ്ബോ എന്ന് പറയുന്നത്. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടു കാണും പ്ലേസ്ബോ ഇഫക്റ്റ്. ഈ പ്ലേസ്ബോ ഇഫക്റ്റ് മാനിഫെസ്റ്റേഷൻ്റെ ഏറ്റവും വലിയ ടൂളാണ്. എങ്ങനെ പ്ലേസ്ബോ ഇഫക്റ്റ് ഉപയോഗിച്ച് ഇനി ഡെയിലി ലൈഫിൽ നമ്മൾക്ക് കാര്യങ്ങൾ നേടാൻ സാധിക്കും? അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ നമ്മളുടെ ആ ഒരു സ്ട്രോങ് ബിലീഫ് നമ്മളുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളുടെ തലച്ചോറ് ഡോപ്പമിനും എൻഡോർഫിനും അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള ഹോർമോണുകൾ റിലീസ് ചെയ്യാൻ തുടങ്ങും. നമ്മളുടെ സ്ട്രെസ്സ് റെഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. നമ്മളുടെ നെർവസ് സിസ്റ്റം റിലാക്സ് ആവാൻ തുടങ്ങും. നമ്മളുടെ ശരീരം പൊതുവെ ഒരു ഹീലിംഗ് മോഡിലേക്ക് മാറാൻ തുടങ്ങും. അതായത് നമ്മളുടെ ആ ഒരു മാറ്റം ശരിക്കും യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ കാരണമാകുന്നത് നമ്മളുടെ ബ്രെയിൻ കൂടിയാണ്. അതായത് നമ്മൾ പരിപൂർണമായിട്ടും അത് വിശ്വസിക്കുകയാണെങ്കിൽ നടക്കും എന്നുള്ളതാണ്. ഡെയിലി ലൈഫിൽ നമ്മൾക്ക് പ്ലേസ്ബോ എങ്ങനെ ഉപയോഗിക്കാം? നിങ്ങൾ എനർജി സ്റ്റോൺസിനെ കുറിച്ചും മാഗ്നറ്റിനെ കുറിച്ചും ഒക്കെ കേൾക്കുന്നുണ്ടായിരിക്കും. അത് കുറേ പേർക്ക് വർക്കാവും, കുറേ പേർക്ക് വർക്കാവുന്നില്ല. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? അതവരുടെ ബിലീഫ് സിസ്റ്റമാണ്. പ്ലേസ്ബോ എഫക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു പ്രത്യേകതയുള്ളൊരു കല്ല് സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. നിങ്ങൾ പരിപൂർണമായിട്ട് വിശ്വസിക്കുകയാണ്, നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു തരാൻ ആ കല്ലിന് സാധിക്കും എന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് സാധിക്കും. നിങ്ങൾ എത്ര എനർജി ബ്രേസ്ലെറ്റ്സ് ഉപയോഗിച്ചാലും നിങ്ങൾക്ക് അതിനോടൊരു വിശ്വാസമില്ല എങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യില്ല. അതായത് നിങ്ങൾക്ക് അതിൻ്റെ എനർജിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം നിങ്ങളുടെ വിശ്വാസം ഉറപ്പിക്കുന്നതിലൂടെ. എന്നാൽ അങ്ങനെ ഒരു വിശ്വാസം നിങ്ങളിൽ ഉറച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും, പേടി കുറയും, നിങ്ങൾ കൂടുതൽ ആക്ഷൻസ് എടുക്കും, നിങ്ങൾ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കാണാൻ തുടങ്ങും, നിങ്ങൾക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റും, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. അങ്ങനെ മൊത്തത്തിൽ ഒരു മാറ്റം നിങ്ങൾക്ക് വരാൻ തുടങ്ങും. അതായത് നിങ്ങളുടെ സ്വന്തം പവർ, നിങ്ങളുടെ ഉള്ളിലുള്ള മൈൻഡിൻ്റെ പവർ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യാണ്. പ്ലേസ്ബോ ഇഫക്റ്റ് ഈസ് നത്തിങ് ബട്ട് യുവർ മൈൻഡ് പവർ. നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തിയെ ഉണർത്തുകയാണ് പ്ലേസ്ബോ ഇഫക്റ്റിലൂടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ഫേക്കാണോ? ഒരിക്കലും ഫേക്കായിട്ടുള്ള ഒരു കാര്യമല്ല പ്ലേസ്ബോ ഇഫക്റ്റ്. ഇതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സാണ്. ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന ബുക്കിൽ ജോസഫ് മർഫി പറയുന്നത് പോലെ നിങ്ങളുടെ മനസ്സിൻ്റെ യഥാർത്ഥ ശക്തി നിങ്ങൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിലുള്ള നിങ്ങളുടെ ശക്തി നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നിൽ നിന്നും പുറകിലേക്ക് പോകാൻ തോന്നില്ല. പ്ലേസ്ബോ എഫക്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ വിശ്വാസത്തെ ട്രിഗർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു മറുവശം കൂടിയുണ്ട്. നിങ്ങൾ എത്ര ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകൾ പ്രാക്ടീസ് ചെയ്താലും, എത്ര മാനിഫെസ്റ്റേഷന് വേണ്ടി ശ്രമിച്ചാലും നിങ്ങൾക്കതിൽ പരിപൂർണമായിട്ട് വിശ്വാസമില്ലെങ്കിൽ അത് നടക്കില്ല, അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള റൂട്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ.
നിങ്ങളുടെ ജീവിതത്തിൻ്റെ മാറ്റങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ബിലീഫ്സിൽ നിന്നുമാണ് ഉണ്ടായി വരുന്നത്. നിങ്ങളുടെ ജീവിതം ഇന്ന രീതിയിൽ മാറുമെന്ന് നിങ്ങൾ പരിപൂർണമായിട്ട് വിശ്വസിക്കുകയാണെങ്കിൽ, ഇന്ന വസ്തുവിന് നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ ഉള്ള കെൽപ്പുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയാൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് സംസാരിച്ചാൽ അതിൽ മാറ്റം വരും എന്ന് നിങ്ങൾ പരിപൂർണമായിട്ടും വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ വിചാരിക്കണം, ഇതെൻ്റെ ജീവിതത്തെ മാറ്റും, ഇതെൻ്റെ ജീവിതത്തിലേക്ക് പണം കൊണ്ടുവരും, ഇതെന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് പരിപൂർണമായിട്ട് വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ആ വസ്തു നിങ്ങളിൽ ആക്ടിവേറ്റ് ആകുകയുള്ളൂ. സംശയത്തോടു കൂടി എന്ത് കാര്യത്തെ സമീപിച്ചാലും അത് സാധ്യമാവുകയില്ല. ഇപ്പോൾ നിങ്ങളൊരു ചെറിയ കല്ല്, അല്ലെങ്കിൽ ഒരു പേന, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വസ്തു, അതിനെന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. കാരണം അതിനെ കാണുമ്പോൾ നിങ്ങൾക്കൊരു പവർഫുൾ ആയിട്ടുള്ള വസ്തുവാണെന്ന് തോന്നാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു വസ്തു സെലക്ട് ചെയ്യുകയാണെങ്കിൽ, എന്നിട്ട് നിങ്ങൾ അതിനെ കയ്യിൽ പിടിച്ചിട്ട്, ഒരു കല്ലായാലും മതി, അതിനെ കയ്യിൽ പിടിച്ചിട്ട് നിങ്ങൾ വിചാരിക്കുകയാണ്, ഇതെനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടതെല്ലാം കൊണ്ടുതരാൻ പറ്റുന്ന ഒരു മാജിക് സ്റ്റോൺ ആണ് എന്ന് നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ അതിനോട് ഓരോ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, പക്ഷേ നിങ്ങളുടെ വിശ്വാസം എത്രത്തോളം ശക്തമാണോ അത്രത്തോളം വേഗമായിരിക്കും നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു കല്ലിന്, അതൊരു വെറും കല്ലല്ല, ഇപ്പോൾ നിങ്ങളുടെ വിശ്വാസമാണ്. അതിന് നിങ്ങൾക്ക് എന്തും നേടിത്തരാൻ സാധിക്കും. നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങൾക്ക് വേണ്ടി എവിടെ വർക്ക് ചെയ്തോളും. നിങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് കാണും, ഫൈനാൻഷ്യൽ അബണ്ടൻസിന് വേണ്ട കാര്യങ്ങൾ കണ്ടെത്താൻ തുടങ്ങും. അപ്പോൾ നിങ്ങളൊരു 7 ദിവസം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു ചെറിയ സ്റ്റോൺ, എന്തെങ്കിലും ഒരു കല്ലോ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് നിങ്ങൾ എടുക്കുക, അത് ക്ലീൻ ആക്കി നിങ്ങൾ ഒരിടത്ത് സൂക്ഷിക്കുക. വെറുതെ എവിടെയെങ്കിലും വെക്കരുത്, വളരെ സേഫായി സെക്യൂർഡ് ആയിട്ട് വെക്കുക. അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം റിപ്പീറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കോൺഫിഡൻസ് വേണോ, അതിനോട് സംസാരിക്കുക. ഓക്കെ, അത് നിങ്ങൾക്കത് തരും എന്നുള്ള കാര്യം പരിപൂർണമായിട്ട് വിശ്വസിക്കുക. അത് 7 ദിവസം നിങ്ങളുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കുക. നിങ്ങളുടെ ബിഹേവിയറുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വിശ്വാസം എത്രത്തോളം ശക്തമാകുന്നോ അത്രത്തോളം വേഗം നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കും. ഇതാണ് പ്ലേസ്ബോ എഫക്റ്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ മനസ്സിൻ്റെ പവർ നിങ്ങൾ മനസ്സിലാക്കി അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.